ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ക്യാമറ ഉപയോഗിച്ചുള്ള ഒരു ട്രിക്കാണ്. അതായത് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ക്യാമറയുണ്ട്. അത് ഉപയോഗിച്ചുള്ള ഒരു ട്രിക്കാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു എക്സൽ ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യമായി നമുക്ക് ഇതിന് വേണ്ടത് ക്യാമറയുടെ ഐക്കൺ ഇത് ഓപ്പൺ ചെയ്യണം. അതിനു വേണ്ടി ഇവിടെ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വരണം. ഇവിടെ വന്നിട്ട് ഈ മോർ കമാൻഡ്സ് എടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയലിൽ വന്നതിന് ശേഷം ഓപ്ഷൻസ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. രണ്ട് വിധേനയും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പോപ്പുലർ കമൻസ് എന്നുള്ളത് ഓൾ കമാൻഡ്സ് ആക്കി കൊടുക്കണം. അതിനുശേഷം ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാമറ എന്നത്. ഇവിടെ കാണാൻ പറ്റും ക്യാമറ. ആ ക്യാമറ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് ഈ ആഡ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ക്യാമറ ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം ഈ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ക്യാമറ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ക്യാമറ ഉപയോഗിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ കാണിക്കാം. ജസ്റ്റ് ഇതുപോലെ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് Ctrl+V അടിച്ചാൽ അത് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇതുപോലെ പേസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഷീറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ, അതിവിടെ പേസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്താൽ പോരെ എന്ന്, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ പോരെ എന്ന്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഉപകാരം കാണിക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ഷീറ്റ് 1ൽ തന്നെ വരുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പോൾ വിരാട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നു. കോഹ്ലി എന്നുകൂടെ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇനി ഷീറ്റ് 2ൽ വന്ന് നോക്കാം. ഇവിടെയും അത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പോർഷൻ കൂടെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ക്യാമറ അടിക്കുന്നു, ഇവിടെ വരുന്നു, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതും ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിന് ഇനി നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഇനി ഈ ഡേറ്റ് ഓഫ് ബർത്തും ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. വെറുതെ ഈ 87 എന്നുള്ളത് നമുക്കൊന്ന് 2000 ആക്കി കൊടുക്കാം. അതേപോലെ ഈ 94 ഉള്ളതും 2000 ആക്കി കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് ഷീറ്റ് 2ൽ വന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് രണ്ടും അതേപോലെ 2000 ആയി മാറിക്കഴിഞ്ഞു. ഇവിടെ വന്നാലും ഇതും 2000 ആയിട്ടുണ്ട്, രോഹിത് ശർമ്മ 2000 ആയിട്ടുണ്ട്, ശ്രേയസ് അയ്യർ 2000 ആയിട്ടുണ്ട്, ഇവിടെയും അതേപോലെ തന്നെ 2000 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ക്യാമറ ഉപയോഗിച്ചുള്ള ട്രിക്ക് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.